പ്രധാനമന്ത്രിയാണ്. പപ്പുവിൻ്റെ ഒരു വലിയ മോഹമാണ്. ഇന്ത്യയിലെ വലിയ ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് പലതവണ ശ്രമിച്ചു നോക്കി. പാർലമെന്റിൽ ജയിച്ചു വന്ന് ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ രാജ്യം ഭരിക്കാൻ. പക്ഷെ ദൈവനിശ്ചയം, ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത്, ഭാരതാംബ നിശ്ചയിച്ചിരിക്കുന്നത് പപ്പുവിനെ എവിടെ നിർത്തണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരാൻ സാധ്യമല്ല എന്ന് കണ്ട കോൺഗ്രസിൻ്റെ പപ്പുമോൻ ഏത് രീതിയിലും ആശങ്കവാദികളെ, ഭീകരവാദികളെ, ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലെ ഒരു വലിയ കലാപം നടത്തി പാർലമെന്റിന് തീയിട്ട് കുറേ മന്ത്രിമാരെയും കൊന്ന് അധികാരം പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നത്. അങ്ങനെ പമ്പര വിഡ്ഢിയായ പപ്പുമോനെ പ്രധാനമന്ത്രിയാക്കാമെന്നാണ് കരുതുന്നത്. ഏതായാലും ഭാരതത്തിലെ ജനങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാണ്. ഏതു പാതിരാത്രിയിൽ ഏത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പോയിരുന്നാലും ഭാരതത്തിലെ ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയാം. ഇവിടെ ശ്രീമാൻ അരുൺ പറഞ്ഞതുപോലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുഴപ്പമുണ്ടായി. ഏതൊരു സർക്കാരും നടപടിയെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു സർക്കാരും ഇന്നേ വരെ പെട്ടെന്ന് തന്നെ CBI അന്വേഷിക്കാൻ പറഞ്ഞിട്ടില്ല. നിമിഷങ്ങൾക്കുള്ളിൽ CBI അന്വേഷണം കഴിഞ്ഞു. 13 പേരെ അറസ്റ്റ് ചെയ്തു, നിയമ നടപടികൾ തുടങ്ങിയെന്ന് മാത്രമല്ല, പുതിയ സംവിധാനത്തിലൂടെ നീറ്റ് പരീക്ഷ നടത്തി. വിദ്യാർത്ഥി ലോകം സന്തോഷത്തിലാണ്. അവർ പാസ്സായവരെല്ലാം പുതിയ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ്. അങ്ങനെ നീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ വിദ്യാർത്ഥി ലോകത്തിന് മാത്രമല്ല, ഭാരതത്തിലെ സമസ്ത ജനങ്ങൾക്കും ദുഃഖമുണ്ടാക്കി. അത് പരിഹരിച്ചു എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ മാസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PSC പരീക്ഷ നടത്തി. നമ്മൾ ആലപ്പുഴയിലാണ് നിൽക്കുന്നത്. ആലപ്പുഴയിലെ മണ്ണഞ്ചേരി ഉച്ചയ്ക്ക് ശേഷം നടന്ന പരീക്ഷയിൽ പരീക്ഷാ പേപ്പർ മാറിക്കൊടുത്തു. PSCയിൽ ക്രമക്കേട് നടന്നു. കേരളത്തിൽ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് ഇലയിട്ട് മണലുവാരി കഴിക്കുകയാണ് സമരത്തിൻ്റെ ഭാഗമായിട്ട്. ഒരു നാറിയ MLAയും ഭരണകർത്താക്കളും ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന കേരളത്തിലെ ഇരു മുന്നണികളും ഡൽഹിയിൽ സമരത്തിന് പിന്തുണ കൊടുത്തു പോയിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, നിയന്ത്രണങ്ങളുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കേരളത്തിലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിട്. ഒരുപാട് വിവരക്കേട് കാണിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു വിവരക്കേടായിട്ട് നമുക്ക് കൂട്ടാം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി ആ സ്ഥലത്തു പോയി അവിടെ രാഹുൽ ഗാന്ധിയോടൊപ്പം സമരത്തിൽ പങ്കെടുത്തു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. കേരള മുഖ്യമന്ത്രിക്കെതിരെയും മറ്റൊരു മുഖ്യമന്ത്രി കൂടെയുണ്ട്, കർണാടക മുഖ്യമന്ത്രി. ഈ രണ്ട് മുഖ്യമന്ത്രിമാർക്കെതിരെ ഭരണഘടനാ ലംഘനത്തിന് കേസെടുക്കേണ്ടതാണ് പോലീസ്. ജനാധിപത്യ വിരുദ്ധമായിരുന്നു ആ സമരം. അവരുദ്ദേശിച്ചത് പാതിരാത്രിയിൽ MP-മാരെ എല്ലാം കൂട്ടി സമരകാഹളം മുഴക്കിയാൽ കലാപം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു കാര്യം ഈ കലാപത്തിന് ശ്രമിക്കുന്ന കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് നേതൃത്വം പറയുന്നതനുസരിച്ച് തെരുവിലിറങ്ങുന്ന പിള്ളേരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. KSUവും SFIയും ഒക്കെ പ്രവർത്തിക്കാം, ജനാധിപത്യ രീതിയിൽ സമരം നടത്താം. ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട്. പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യും, സമരത്തെ പോലീസ് നേരിടും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അവിടെ സംഭവിച്ചതെന്താ? നിരപരാധിയായ പോലീസുകാരൻ, ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിലുള്ള ഡൽഹിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഒരു IPSകാരനെ വട്ടം കൂടി നിന്ന് തല്ലിച്ചതച്ചു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ തല്ലിച്ചതച്ചു. ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും ICUവിലാണ് ആ വനിത. സമാധാനപരമായ സമരമാണെന്ന് പറയുന്ന കോൺഗ്രസ് ഈ അക്രമകാരികൾക്ക് കൂട്ടുനിന്നുകൊണ്ട്
ഡൽഹിയിൽ നടന്ന പല കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുത്ത് അതിൻ്റെ കൂടെ ഉള്ളത്. ഇത് വിദ്യാർത്ഥി സമരമല്ല, ഇത് കലാപത്തിനുള്ള ശ്രമമാണ്. ഒരു കാര്യം ഇവിടെ അരുൺ സൂചിപ്പിച്ചു. നാട്ടിലെല്ലാവർക്കും അറിയാം, ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം, ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനും തെരുവിലിറങ്ങി കലാപമുണ്ടാക്കി പൊതുസ്വത്തുകൾ നശിപ്പിക്കുവാനുമായി ഇറങ്ങിത്തിരിച്ചാൽ ഒരു കാലത്തും നിങ്ങൾ സൂര്യപ്രകാശം കാണാൻ പോകുന്നില്ല. ഒരു സർക്കാർ ഇവിടെയുണ്ട്, അത് നേപ്പാളിലെ സർക്കാരല്ല. ഒരു സർക്കാർ ഇവിടെയുള്ളത് ബംഗ്ലാദേശിലെ സർക്കാരല്ല. ഒരു സർക്കാർ ഇവിടെയുള്ളത് ശ്രീലങ്കയിലെ സർക്കാരല്ല. ഇവിടുത്തെ സർക്കാർ ശ്രീരാമ മന്ദിരം പണിത സർക്കാരാണ്. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ് ജമ്മു കാശ്മീരിനെ പൂർണ്ണമായി ഭാരതത്തോട് യോജിപ്പിച്ച സർക്കാരാണ്. അഖണ്ഡ ഭാരതം നിലനിർത്താൻ കെൽപ്പുള്ള ശേഷിയുള്ള സർക്കാരാണ്. ആ സർക്കാരിനറിയാം ഏത് സമയത്ത് ചെയ്യണമെന്ന്. കലാപത്തിന് ശ്രമിക്കുന്നവരും അതിൽ കൂട്ടുനിൽക്കുന്നവരും ഒന്നറിയുക, കലാപത്തെ അടിച്ചമർത്തുക തന്നെ ചെയ്യും. പട്ടാളവും പോലീസും ഒന്നും വേണ്ട. തെരുവിലിറങ്ങി എല്ലാ ഭാഗങ്ങളിലും കലാപത്തിന് ശ്രമിച്ചാൽ സമാധാനത്തോടുകൂടി ഇതെല്ലാം കണ്ട് വീട്ടിലിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവരാണ് നരേന്ദ്രമോദിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. ഒരു കോൺഗ്രസ്സുകാരനും ഒരു കലാപകാരിയും തെരുവിലിറങ്ങി നടക്കത്തില്ല. കാരണം മോഡി സർക്കാർ, അവരെ അധികാരത്തിലേറ്റിയ ജനവിഭാഗം സുസംഘടിതമായി കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾക്കറിയാം കലാപത്തിനുള്ള ശ്രമം ഉണ്ടാകുമെന്ന്. ഞങ്ങളും തയ്യാറെടുത്തു തന്നെയാണ്. ഒരു കലാപത്തിന് ശ്രമിച്ചാൽ ഇനി ഒരിക്കലും നീയൊന്നും ഈ നാട്ടിൽ കലാപം എന്നുള്ള വാക്കുപോലും ഉച്ചരിക്കാത്ത രീതിയിൽ ആ കലാപത്തെ അടിച്ചമർത്തുക ചെയ്യും, യാതൊരു സംശയം വേണ്ട. പക്ഷേ ഞങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നല്ലവരായ നാട്ടുകാർ ഈ കാര്യം തിരിച്ചറിയുന്നതിന് ഉറപ്പാണ്. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെമ്പാടും നടത്തുന്ന കോൺഗ്രസിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ കലാപശ്രമത്തിനെതിരെ നടത്തുന്ന ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിലെ എൻ്റെ സഹപ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ